പങ്കെടുക്കാം. കൊല്ലം കടക്കലിൽ പാലിറ്റീവ് രോഗിയെയും കുടുംബത്തെയും പറ്റിച്ച് 26 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. വിളക്കുപാറ സ്വദേശിയായ സുബൈറാണ് പണം തട്ടിയെടുത്തത്. സുബൈർ താമസിക്കുന്ന കടക്കലിലെ വീട്ടിനു മുന്നിൽ സത്യാഗ്രഹം കിടക്കുകയാണ് തട്ടിപ്പിനിരയായ സോജിത്തും കുടുംബവും. സോജിത്ത് വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് 16 വർഷമായി ചികിത്സയിലാണ്. 2020 ചികിത്സയിലായിരുന്ന സോജനെയും കുടുംബത്തെയും സമീപിച്ച സുബൈർ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു 26 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരുന്നു. മരുന്നുൽപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നത് എന്നുകാട്ടി 20 ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി. ബാക്കി 6 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ നൽകാമെന്നും അറിയിച്ചു. തുടർന്ന് 2 ദിവസത്തിനു ശേഷം എത്തിയ സുബൈർ മിഷനറികൾ വലിയ വിലയാണെന്നും 20 ലക്ഷം രൂപ നൽകിയാൽ ഉടനെ തിരിച്ചു നൽകാമെന്നും പറഞ്ഞു. കൂടാതെ മാസം മരുന്നു വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനവും നൽകി. ഇതിനകം സോജിത്തിന്റെയും കുടുംബത്തിന്റെയും വിശ്വാസം നേടിയ സുബൈർ 20 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞ് പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബൈറിനെതിരെ സോജൻ പരാതി നൽകി. 3 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് രേഖാമൂലം സുബൈർ സോജിത്തിന് ഉറപ്പു നൽകി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇയാൾ പണം നൽകാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്നാണ് സോജിത്തും കുടുംബവും സുബൈറിന്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. പുള്ളി എഗ്രിമെന്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളി പറയുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് പറയുന്നത് അല്ല, നമ്മളിനി എങ്ങും പോകാനായിട്ടില്ല. ഒന്നി ആത്മഹത്യ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിനും ഒരു മാർഗ്ഗമില്ല. മരുന്ന് കഴിക്കാൻ മാർഗ്ഗമില്ല. ഇപ്പൊ വൈഫിന് സുഖമില്ല, ഇപ്പൊ കൊച്ചിന് സുഖമില്ല. ഞങ്ങൾ എങ്ങോട്ട് ഏത് ആശുപത്രി പോയി കാണിക്കും? എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുന്നത്? ഒന്നിനും ഒരു നിവർത്തിയില്ല. ഇവൻ പല രീതിയിൽ കൂടെ ഞങ്ങൾക്ക് കേസ് കൊടുക്കുക. ഇതിന്റെ പുറകെ നടന്നു വന്ന് ഞങ്ങൾ പൈസ കഞ്ഞി കുടിക്കാനുള്ള പൈസ പോലും ഇപ്പൊ അതിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി